രാഘവനാരെ, ഒരു സംശയം കൂടി. ഇന്ന് എത്രാമത്തെയാ? വെറുതെ അല്ല ആളുകൾ തന്നെ സംശയം വാസു എന്ന് വിളിക്കുന്നത്. ഇത് സംശയമല്ല, കരടി ഇങ്ങോട്ട് വിട്ടുവെന്ന് കേട്ടപ്പോൾ ഒരു നീ പേടിക്കണ്ട വാസു. കരടിയാണേലും ബൽറാം സാർ ആള് ഡീസന്റാ. ഉമ്മർ സാറിന് അറിയുവാണേ. പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട്ട് CI ആയി വന്നപ്പോ ഞാൻ അവിടുത്തെ കോൺസ്റ്റബിളാ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന DIGയോ ഞങ്ങളുടെ SP. അവിടെ നല്ലേ ഈ കേസും കുഴപ്പമൊക്കെ ഉണ്ടായത്. അപ്പോ ഒരു സംശയം കൂടി. അപ്പോ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാ പശ? പുള്ളിയായിട്ടൊരു കാശും വാങ്ങിക്കില്ല. പിന്നെ നമ്മൾ പാത്തും പതുങ്ങിയും വാങ്ങിച്ചെടുക്കുന്നത് കൈയിട്ട് വാരാനും വരില്ല. പുതിയ കോട്ടേഷൻ നിനക്ക് ഇഷ്ടമായോ? കൊള്ളാം. പെമ്പിള്ളേര് പോകുന്നു. ഇവിടെ ട്യൂട്ടോറിയലോ വേനൽ കൊള്ളയോ? എന്തായാലും ഇനി ഇത് കൂട്ടേണ്ടി വരും. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിള്ളേര് ഈ വഴി വരില്ല. പേടിച്ച് ഞാൻ സാറിനൊന്ന് കാണാച്ചിട്ടാ. എന്താ പറയാം. കാലത്ത് മുതലേ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആളൊഴിഞ്ഞിട്ട് കാണാന്ന് വെച്ചു. ഇയാൾക്ക് എന്താ വേണ്ടത്? ഇവിടെ നിന്ന് മാറ്റം പോയ സാറിന്റെ ഒരു കയ്യാളായിരുന്നു. എന്ന് വെച്ചാൽ അടുക്കളയിൽ ഒരു കാര്യസ്ഥനായിട്ട്. അതുപോലെ സാറിന് വല്ല സഹായവും വേണ്ട. ശമ്പളം ഒന്നും മോഹിച്ചല്ല, വട്ടച്ചെലവിനുള്ള കാശ് കിട്ടിയാൽ ഞാൻ. ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? അത് കഷ്ടാണ്. ഇറങ്ങി പോണവാൻ. തള്ളയുടെ ബാഗ് മുറിയിരിക്കുന്നു. ഇപ്പൊ മടവാള എടുത്തോണ്ടാ പുറത്തേക്ക് ഓടിയത്. പിടിക്കാൻ നിന്നപ്പോ എന്നെ വെട്ടി. കഴുത്തറ്റ് പോയാൻ എന്റെ. അങ്ങനെയുള്ളവരെ ഭ്രാന്താശുപത്രി കൊണ്ടാക്കണം മിസ്റ്റർ. ആർത്ത് വിളിച്ച് അയലത്ത് കയറി ഞെട്ടിക്കരുത്. എന്താ ഇയാൾക്ക് വേണ്ടത്? ഇനി ആളെ പിടിക്കാനാണോ വന്നത്? മുമ്പ് കൊണ്ടുപോയത് ഓർമ്മയില്ലേ? പാലക്കാട് വെച്ച് ആ മകനെ കാണാതെ ഉള്ളൊരുകി പേയിളകി പിടയുന്ന അവന്റെ അമ്മയെ കൂടി കൊണ്ടുപോകൂ. എന്താ ഇത്? ഇതാണച്ചാ നമ്മുടെ ഉണ്ണെ കൊണ്ടുപോയ ദുഷ്ടൻ. മാറാത്ത രോഗിയായി നരകിച്ചു കഴിയുന്ന എന്റെ അമ്മ കൂടി ഈ കാലന്റെ കൈ കൊണ്ട് ചാവട്ടെ. കൊണ്ടുപോയിക്കോളൂ. ഭ്രാന്താശുപത്രിയിലേക്കല്ല, എന്റെ അനിയത്തെ ചെറുതയ്ക്ക്. അമ്മയുടെ പ്രാന്തി ഇപ്പോ മോൾക്കും പകർന്നു എന്നാ തോന്നണേ. നിങ്ങൾക്ക് ആ വീടുമായിട്ട് എന്താ ബന്ധം? നേരി ഒരു ചാർച്ചയുണ്ട്, അത്രേ ഉള്ളൂ. വിഷ്ണു എന്നാ എനിക്കിട്ടിരിക്കുന്ന പേര്. എന്നിട്ടും പഷ്ണിയാ ഫലം. അതുകൊണ്ട് ഇവിടെ കൂടുന്നു. ഇവര് പാലക്കാടായിരുന്നല്ലേ? അത് കുറച്ചു കാലം. ആ നമ്പൂരി അവിടെ മാഷായിരുന്നു. തിരുമേനി റിട്ടയറായി. അപ്പൊ അവരിങ്ങോട്ട് പോന്നു. ആ ചെക്കനെ കൊന്നതാണത്രേ പോലീസ്. അങ്ങനെയാവും. ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറഞ്ഞുവിടാൻ വയ്യാത്തെ? തനിക്ക് ഇവിടുത്തെ ലിക്കർ ഷോപ്പ് അറിയോ? അറിയാലോ, പറഞ്ഞോളൂ. എന്താ വെച്ചാൽ ഞാൻ ചെയ്തു തരാം. ഒരു പണിയില്ലാണ്ട് എങ്ങനെയിരിക്കുക? ഇവിടെ ഭക്ഷണിയില്ലേലും കഷ്ടാസ്ഥിതി. വരൂ.
ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ജീവനോടെ ചുട്ടുമെന്ന് നീ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. പറ, ആരായിരുന്നു നിന്റെ കൂടെ? വെള്ളം ചോദിച്ചു. തിരുവന വയ്ക്കോളൂ. വേണ്ട, ഞാൻ ഒഴിച്ചു തരണ. എന്താ പാല് കുടിക്കില്ലേ? ഇല്ല സർ. നേരെ വിളിക്കുന്നതിന് മുമ്പ് ആ പയ്യനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. സാർ, ആ ചെറുക്കന്റെ എന്താ? കാറ്റ് പോയി തോന്നുന്നു. എങ്ങനെ ചത്തതായാലും പോലീസുകാർ തല്ലിക്കൊന്നതിന് നാട്ടുകാർ ധരിക്കും. ആ ശവം പുറത്ത് കാണിക്കരുത്. സാർ, ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തു വന്നതിന് തെളിവുകളുണ്ട്. ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമ്പോ അവന്റെ കൂടെ ഒരു കൂട്ടുകാരനും പെറ്റി കേസിൽ പ്രതിയായ മറ്റൊരു ക്രിമിനലും അകത്തുണ്ടായിരുന്നു. സോ വാട്ട്? നിങ്ങൾ ആ ചെറുക്കനെ തല്ലിക്കൊല്ലുന്നത് അവർ കണ്ടിട്ടുണ്ടോ? സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നോ ആർഗ്യുമെന്റ്സ്. ഞാൻ പറഞ്ഞവർ ചെയ്യും. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഡു ഇറ്റ്. ചുണയില്ലെങ്കിൽ ആ ശവം എന്റെ കണ്ടിരിക്കിട്ടേക്കൂ. ഹലോ, അവിടെ എന്താ കുഴപ്പം? ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല. നേരം വെളുക്കട്ടുള്ളൂ, വഴിയുണ്ടാക്കാം. അലക്, എടാ അലക്. കൊലപാതകത്തിനും പ്രേതം പോലും പുറത്തു കാണിക്കാതെ തെളിവ് നശിപ്പിച്ചതിനും ഈ പ്രതിക്കൂട്ടി നിൽക്കുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിച്ചുകൊള്ളുന്നു. കേസിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട. അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ഉടനെ ജാമ്യത്തിൽ നിൽക്കും. ഓക്കെ? നമ്മുടെ ഉള്ളിയെ കൊന്നു ഇവനാ. ബാലു, ഈ സിറ്റിയിൽ വെച്ച് പട്ടിയെപ്പോലെ നിന്നെ തല്ലിക്കൊല്ലുന്ന ആളാണ് ഞങ്ങൾക്ക് വയ്യ. ഒരിക്കൽ നീ ഈ കാക്കി ഉടുപ്പിട്ട് നടന്നവനല്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങളെ നാണക്കെടുത്ത് അർപ്പിക്കൂ. എവിടേക്കെങ്കിലും വയ്ക്കോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്?
എനിക്ക് ഉഷയെ ഒന്ന് കാണണം. വേണ്ട, മുംബൈ പോലീസുകാരെ എനിക്ക് ഇഷ്ടമല്ല. എന്റെ മകളുടെ സാക്ഷ്യത്തിന് വഴങ്ങി ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇനി അത് പറ്റില്ല. എനിക്ക് ചിലത് പറയാനുണ്ട്. കേൾക്കണ്ട. മേലാൽ അവളെ അന്വേഷിച്ച് നിങ്ങൾ ഈ വീട്ടിൽ വന്നു പോരും. ആ ബന്ധം നടക്കില്ല. നടക്കും സാർ. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഇല്ല, അവളുടെ അച്ഛൻ ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കില്ല. താൻ എന്തിനാ ഭാവം? എനിക്ക് ഉഷയോട് സംസാരിക്കണം. അവളെ കണ്ടിട്ടേ ഞാൻ പോകും. അവളുടെ അച്ഛനെ ധിക്കരിച്ച് തന്നെ സ്വീകരിക്കുന്നു കരുതണ്ട. അങ്ങനെ ഒരു മകൾ എനിക്കില്ല. ഉഷ ഇത് കേട്ടില്ലേ? ഇനി എന്ത് കേൾക്കാൻ? ജാമ്യത്തിനല്ലേ ഇയാൾ ഇറങ്ങി വന്നത്? കേസ് കിടപ്പല്ലേ? അങ്ങനെ ഒരു കൊലയാളിക്ക് എന്റെ മകളെ ഞാൻ കൊടുക്കില്ല. ഉഷേ, ഇറങ്ങി പോണം മിസ്റ്റർ. എടാ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇല്ല. ഒരു പട്ടിയും കൊന്നിട്ടില്ല. ഇല്ല. പിന്നെ ആരെ പേടിച്ച് ഞാൻ താമസം മാറ്റണം? ഞാൻ വീട് മാറില്ല. മാറണ്ട. ഇവിടെ തന്നെ താമസിക്കും. താമസിക്ക്. ഞാൻ പറയുന്നു തന്നെ തിരിച്ചു പറയുന്നു. കളർ റാസ്കൽ, നിനക്ക് വട്ടാണതാ. കൊള്ളാം. അങ്ങനെ വല്ലതും പറ. നീ വെക്കുന്നുണ്ടോ? പാതിരയ്ക്ക് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കാതെ. ഓ സോറി, നിനക്ക് ഉറങ്ങണമല്ലേ? ഞാനത് മറന്നു. അല്ലെങ്കിൽ നിന്റെ കെട്ടിയോട് നിന്നെ വഴക്ക് പറയല്ലേ? എന്നെ ആരും പറയില്ല. ആരും. ഹലോ, യെസ്, ആരാ? നിന്റെ തന്ത. എന്തായി പറയുന്നത്? ഇപ്പോഴോ? ആരാ ചേച്ചി? അത് ജ്യോതി പോയി കിടന്നോളൂ. ഇവിടെ എന്താ കുഴപ്പം? എനിക്കറിയാം. ആ ഇല്ലത്തിന്റെ അടുത്തുള്ള വീടല്ലേ? ഞാൻ വരില്ല. ഇതിനേക്കാൾ നാറിയ തേർഡ് റേറ്റ് ലോഡ്ജ് മുറി നിന്നെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളോടി. വേണ്ട, ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. എടി, എനിക്ക് കേൾക്കണ്ടാന്ന്. മാറി. I'm sorry. വണ്ടി വിടൂ. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഇതാണോ എന്നെ കാണാമെന്ന സ്ത്രീ? എങ്കിൽ ഇത് വെറും സ്ത്രീയല്ല. കോൺട്രാക്ടർ വിശ്വനാഥൻ മലയാളിയുടെ ഏക മകൾ ഉഷ MA. ഇനി ഇവളെ പരിചയപ്പെടുത്താം. സീത. നാട്ടുകാരും വീട്ടുകാരും വെറുത്ത, സ്നേഹിച്ച പെണ്ണുപോലും ഉപേക്ഷിച്ച ഈ കൊലയാളിയെ ഇവൾ സ്വീകരിച്ചു. കിടക്കാനൊരിടം തന്നു. പിന്നെ എല്ലാം തന്നു.